ഈ റമദാൻ ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അതെ പരിശുദ്ധ ഖുർആനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം പരിശുദ്ധ ഖുർആനിലൂടെ ഒരു യാത്ര. 114 സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി. ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ. ഇന്ന് നമുക്ക് ഏത് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലൂടെയുള്ള യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മുബഷിറ. പരിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ അധ്യായമായ സൂറത്തു ഫുസ്സിലത്തിലെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സൂറത്ത് ഫുസ്സിലത്ത് ഹാമീം സജദ എന്ന പേരിലും അറിയപ്പെടുന്നു. മക്കയിലാണ് ഈ സൂറത്തിന്റെ അവതരണം. 54 വചനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. 6 റുകൂകളും അടങ്ങിയിരിക്കുന്നു. ഈ ഒരു സൂറത്തിനെ കുറിച്ച് ഇമാം ബൈഹക്കി, ഹാക്കിം റഹ്മഹുല്ല എന്നിവർ നിവേദനം ചെയ്ത ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഖുറൈശികൾ ഒരു യോഗം സമ്മേളിക്കുകയും അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ സംസാരിക്കുവാൻ അവരിൽ നിന്നും തന്നെ ഒരാളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഉത്ബത്ത് ബിൻ റബീയയായിരുന്നു. അങ്ങനെ ഉത്ബത്ത് ബിൻ റബീയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നീയാണോ നിന്റെ പിതാവ് അബ്ദുള്ളയാണോ ഉത്തമൻ? നീയാണോ നിന്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബാണോ ഉത്തമൻ? എന്നിങ്ങനെയൊക്കെ. എന്നാൽ അപ്പോഴൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനം അവലംബിക്കുകയാണ് ചെയ്തത്. വീണ്ടും ഇവരൊക്കെയാണ് ഉത്തമന്മാരെങ്കിൽ എന്തിന് നീ ഞങ്ങളുടെ മതത്തെ കളവാക്കുന്നു? അവരൊക്കെ വിഗ്രഹത്തെ ആരാധിക്കുന്നവരും ഞങ്ങളുടെ മതത്തെ പിൻപറ്റുന്നവരുമാണല്ലോ എന്നിങ്ങനെയുമൊക്കെ ഉത്ബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ അപ്പോഴൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മറുപടി കൊടുക്കുന്നില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉത്ബത്ത് ബിൻ റബീയ വളരെ മോശമായി കൊണ്ട് ആക്ഷേപിക്കുകയാണ്. നീ കളവ് പറയുന്നവനാണ്, ലക്ഷണം കെട്ടവനാണ്. നിനക്ക് ധനമാണ് വേണ്ടെങ്കിൽ അത് ഞങ്ങൾ തരാം. നിനക്ക് സ്ത്രീയാണ് വേണ്ടതെങ്കിൽ 10 സ്ത്രീകളെ ഞങ്ങൾ വിവാഹം കഴിപ്പിച്ചു തരാം എന്നിങ്ങനെ നബിയെ വളരെ മോശത്തിൽ ആക്ഷേപിക്കുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ഫുസ്സിലത്തിലെ 1 മുതൽ 13 വരെയുള്ള വചനങ്ങൾ ഓതി കൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. 13-ാമത്തെ വചനം പൂർത്തിയാവുമ്പോഴേക്കും ഉത്ബത്ത് മതി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പാടോടുകൂടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തത് എന്നും ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ ഒരു ചെറിയ സൂറത്തിലും വളരെയധികം വലിയ ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും അതൊക്കെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ടെന്നും ഞാൻ എന്നെ എന്ന പോലെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഈ സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മിപ്പിക്കുന്നത് സക്കാത്ത് കൊടുക്കാതിരിക്കുന്നത് മുശ്രിക്കുകളുടെ സ്വഭാവമാണ് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. സക്കാത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും നമുക്ക് ഈ ആയത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. മുന്നോട്ടേക്ക് പോകുമ്പോൾ ആകാശഭൂമികളുടെയും ആഹാരമാർഗങ്ങളുടെയും സൃഷ്ടി അള്ളാഹുവിന്റെ നിയമത്തിന് വിധേയമാകുന്നു എന്നുള്ള കാര്യവും അള്ളാഹു പറഞ്ഞു തരികയാണ്. വീണ്ടും നമുക്ക് ഖുർആനിലുടനീളം അള്ളാഹു പറയുന്ന ഒരു കാര്യം ഈ ഒരു സൂറത്തിനും അള്ളാഹു പ്രതിപാദിക്കുന്നു. അതായത് ആദ് സമൂഹത്തിന്റെയും സമൂദ് സമൂഹത്തിന്റെയും ശിക്ഷ അവിശ്വാസികൾക്ക് ഒരു പാഠമാണ് എന്നുള്ള കാര്യമാകുന്നു. പിന്നീട് നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു തരുന്നത് കുറ്റവാളികൾക്കെതിരിൽ മഹിഷറയിൽ വെച്ച് അവരുടെ കണ്ണും കാതും തൊലിയും സംസാരിക്കും, അഥവാ സാക്ഷ്യം പറയുമെന്നുള്ള ഒരു വലിയൊരു കാര്യം, നമ്മൾ ഭയപ്പാടോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഒരു സൂറത്തിൽ അടങ്ങിയിരിക്കുന്നു. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുക ഖുർആനെതിരിൽ ഖുർആനെ ന്യായം കൊണ്ട് എതിരിടാൻ കഴിയാത്തവർ അവിടെ ബഹളമുണ്ടാക്കിക്കൊണ്ട് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കും എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാകുന്നു അള്ളാഹു പറയുന്നത്. പിന്നീട് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ മലക്കുകളിൽ നിന്നുമുള്ള സന്തോഷ വാർത്ത, സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത ലഭിക്കും എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാകുന്നു. അതിനുശേഷം സൂര്യചന്ദ്രന്മാർക്കൊന്നും തന്നെ സുജൂദ് ചെയ്യുവാൻ പാടില്ല എന്നുള്ള കാര്യവും അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഇവിടെയാണ് നമുക്ക് തിലാവത്ത് സുജൂദ് ഈ ഒരു സൂറത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതിനുശേഷം അള്ളാഹു പറഞ്ഞു തരുന്നത് പലരും ഉന്നയിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. അതായത് എന്തുകൊണ്ട് ഖുർആൻ അറബിയിലാക്കി എന്നുള്ളതിനുള്ള ഉത്തരമായിക്കൊണ്ട് ഖുർആൻ മറ്റൊരു ഭാഷയിലാണ് അവതരിച്ചതെങ്കിൽ ആക്ഷേപത്തിനിടയാകുമെന്നുള്ള കാര്യം അള്ളാഹു ഈ ഒരു സൂറത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു.
അതിനുശേഷം ലോകാവസാന ഘട്ടത്തെക്കുറിച്ചും അള്ളാഹു ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മനുഷ്യന്റെ രണ്ട് സ്വഭാവങ്ങൾ, മനുഷ്യർക്ക് നന്മ ലഭിക്കുമ്പോഴും തിന്മ ലഭിക്കുമ്പോഴും പ്രകടമാകുന്ന സ്വഭാവ ഗുണത്തെക്കുറിച്ച് അള്ളാഹു ഈ ഒരു സൂറത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നു. അവസാനത്തിലേക്ക് അള്ളാഹു പറഞ്ഞിരുന്നത് മതവാദം ശരിയാണെങ്കിൽ നിർമ്മതവാദികൾക്ക് വമ്പിച്ച നഷ്ടമാണ് ലഭിക്കുക എന്നും, എന്നാൽ അതിന് അല്ലാത്ത പക്ഷം മതവാദികൾക്ക് ഒരിക്കലും നഷ്ടം പറ്റുകയില്ല എന്നുള്ള ഒരു വലിയ പ്രസക്തമായ ഒരു കാര്യവും നമ്മെ ഓർമ്മിപ്പിച്ചു തന്നുകൊണ്ടാണ് അള്ളാഹു ഈ ഒരു സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൂറത്തുകളെയും അതിന്റെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാൻ സാധിപ്പിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.